ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 2019 കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോഴും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോഴും ഇപ്പോൾ ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ കേരള സർക്കാർ എടുത്ത ശക്തമായ നിലപാട് വന്നപ്പോഴും വളരെ ആത്മാർത്ഥമായും അഭിമാനത്തോടുകൂടെയും ഈ ശക്തമായ നീക്കങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരള സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളും ഈ സദസ്സിൽ നിർവഹിക്കുന്നത്. ഇതിനെ കേവലം ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല സമസ്ത കാണുന്നത്. ഇവിടെ KT ജലീൽ സാറ് സൂചിപ്പിച്ചതുപോലെ, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു പൊതുപ്രശ്നമായി, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതിനെ പൊളിക്കാൻ വരുന്ന ദുശക്തികൾക്കെതിരെയുള്ള പ്രതിരോധമായി ഈ വലിയ ഒരു സംഗമത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. ഈ പരിപാടിയുടെ പ്രമേയം തന്നെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്നതാണ്. കേരളത്തിൻ്റെ തീരത്ത് ഈ അറബിക്കടൽ പ്രവിശാലമായി പങ്കിടുന്ന കേരളത്തിലെ 3 കോടിയിലധികം വരുന്ന ജനത ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തിന് അപകടകരമായി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള ജനകീയ കൂട്ടായ്മകളെ പിന്തുണക്കാൻ ഞങ്ങളും മുന്നോട്ട് വരുന്നത്. ഒരു സർക്കാർ ഒന്നിച്ച് ശക്തമായി ഒറ്റക്കെട്ടായി ഇവിടെ NRC നടപ്പാക്കുകയില്ല, ഇവിടെ NPR നടപ്പാക്കുകയില്ല, ഇവിടെ CAA നടപ്പാക്കുകയില്ല, മലയാള മണ്ണിൽ ഒരു ഡിറ്റക്ഷൻ സെന്ററും കെട്ടിപ്പടുക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെ പിന്തുണക്കാതിരിക്കാൻ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കാവില്ല.